വാർത്തകളിലേക്ക്. ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ വിഷ്ണു സഹസ്രനാമ കോടി അർച്ചനയിൽ പങ്കെടുക്കാൻ ഭക്തജന പ്രവാഹം. മലയാളികൾക്ക് പുറമെ ഇതര ഭാഷക്കാരായ ഭക്തരും ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. നവംബർ 2-ന് ലക്ഷദീപാർച്ചനയോടെ മഹായജ്ഞം സമാപിക്കും. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപാൽ ചേർന്നുണ്ട്. നന്ദൻ, എത്രത്തോളം ഭക്തി നിർഭരമാണ് ചടങ്ങുകൾ? ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. ഡൽഹിയിൽ അനവധി ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലേക്ക് മലയാളികളുടെ മാത്രമല്ല ഇതര ഭാഷക്കാരുടെ പോലും വലിയൊരു പ്രവാഹമാണ് കാണുന്നത്. ക്ഷേത്രത്തിൽ ഇപ്പോൾ വിഷ്ണു സഹസ്രനാമ കോടി അർച്ചന നടക്കുകയാണ്. കഴിഞ്ഞ 6-ാം തീയതിയാണ് ഈ അർച്ചന ആരംഭിച്ചത്. 2-ാം തീയതി വരെ നീണ്ടു നിൽക്കും. 27 നക്ഷത്രങ്ങളിലും വിഷ്ണു സഹസ്രനാമ അർച്ചന, കൂടാതെ 28-ാം ദിനം ലക്ഷദീപാർച്ചനയോടെയാണ് ചടങ്ങുകൾ സമാപിക്കുന്നത്. ഇതിൽ ഏറ്റവും ഈ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചനയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്നുള്ളത് കളഭാഭിഷേകമാണ്. ഈ കളഭാഭിഷേകവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര പ്രദക്ഷിണമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി ഭക്തജനങ്ങൾ ഈ കളഭ പ്രദക്ഷിണത്തിന് താലപ്പൊലി ഏന്തി ഇതിനെ അനുഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിരവധി ഭക്തർ ഇതുമായി ബന്ധപ്പെട്ട് നാരായണ നാമം ജപിച്ചുകൊണ്ട് ഇതിന് പിന്നാലെ, ഈ കളഭത്തിന് പിന്നാലെ പൂർണ്ണമായും ഇത് നാരായണ മന്ത്രം ജപിച്ചുകൊണ്ട് കളഭത്തിന് പിന്നാലെ പ്രദക്ഷിണം വെക്കുകയാണ്. വലിയ ഭക്തജന തിരക്ക്, ഇന്ന് ഞായറാഴ്ച കൂടിയാണ്, അതുകൊണ്ട് തന്നെ വലിയ ഭക്തജന തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ക്ഷേത്രം തന്ത്രിയുടെയും മേൽശാന്തിയുടെയും നേതൃത്വത്തിലാണ് ഈ കാർമ്മികത്വങ്ങൾ പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഉത്ഭവ കേന്ദ്രമായ കുരുക്ഷേത്രയിലെ ഭീഷ്മകുണ്ടിൽ നിന്ന് ജ്യോതി എത്തിച്ചാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ കോടി അർച്ചന നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പരമപവിത്രമായി കണ്ടുകൊണ്ട് ഇതര സംസ്ഥാനങ്ങൾ, അതായത് മറ്റ് ഭാഷക്കാർ പോലും ഈ ക്ഷേത്രത്തിലേക്ക് എത്താറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ വലിയ ഭക്തജന തിരക്ക് ഈ വരും ദിവസങ്ങളിലൊക്കെ തന്നെ അനുഭവപ്പെടുന്നു. ഇവിടെ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തർക്കും വേണ്ട ക്രമീകരണങ്ങൾ ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അന്നദാനം, അതേപോലെ തന്നെ വിശ്രമമടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ രാവിലെ മുതൽ ഭക്തരെത്തി വിഷ്ണു സഹസ്രനാമ പാരായണം നടത്തുന്ന കാഴ്ചകളും കാണാൻ കഴിയുന്നുണ്ട്. വിവിധ ദേശങ്ങളിൽ നിന്ന്, ഡൽഹി NCRൻ്റെ വിവിധ ദേശങ്ങളിൽ നിന്നാണ് ഭക്തർ ധാരാളമായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, മറ്റ് ഭാഗങ്ങളിൽ, അതായത് ഡൽഹിക്ക് പുറമെ ഈ ഹരിയാനയുടെയും അതേപോലെ തന്നെ ഉത്തർപ്രദേശിനെയും ഒക്കെ തന്നെ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഭക്തരും ഇവിടേക്ക് എത്തുന്നു. മാത്രമല്ല ഈ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ മാഹാത്മ്യം കേട്ടറിഞ്ഞും ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങിൻ്റെ സവിശേഷത തിരിച്ചറിഞ്ഞും ധാരാളമായി ഭക്തർ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ഉത്തര ഗുരുവായൂരപ്പൻ്റെ മണ്ണിലേക്ക് വലിയ ഭക്തജന പ്രവാഹമാണ് കാണാൻ കഴിയുന്നത്. ഈ ക്ഷേത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്നത് ഡൽഹിയിൽ മലയാളികളുടേതായിട്ടുള്ള പല അയ്യപ്പ ക്ഷേത്രങ്ങളും പല ക്ഷേത്രങ്ങളും ഉണ്ടെങ്കിൽ തന്നെയും ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലേക്ക് എന്നും ഒരു ഭക്തരുടെ ആശ്രയ കേന്ദ്രം എന്നതിനപ്പുറം എല്ലാ ഭക്തർക്കും, ഇവിടെ എത്തുന്ന എല്ലാ ഭക്തർക്കും ഗുരുവായൂരപ്പൻ വേണ്ട അനുഗ്രഹങ്ങൾ ചൊരിയുന്നു എന്നുള്ള വിശ്വാസം, ആ വിശ്വാസത്തിന്മേൽ ഭക്തർ ധാരാളമായി ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ വിഷ്ണു സഹസ്രനാമ അർച്ചന 27 നക്ഷത്രങ്ങളിലും നടത്തുന്നു. അതിൽ ഏറ്റവും പ്രധാനം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, കളഭാഭിഷേകമാണ്. ഈ കളഭ കുംഭത്തിലേക്കാണ് പേരും നാളും പറഞ്ഞ് അർച്ചന നടത്തുന്നത്. തൊട്ടടുത്ത ദിവസം ആ കുംഭത്തിലെ കളഭം പ്രത്യേകമായി ഭഗവാന് അഭിഷേകം ചെയ്യുന്നു. അതായത് ഇവിടെ അർച്ചന നടത്തുന്ന മുഴുവൻ ആൾക്കാരുടെയും പേരും നാളും പറഞ്ഞുകൊണ്ട് ഇവിടെ അർച്ചന നടത്തുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മറ്റ് ഇടങ്ങളിലൊക്കെ തന്നെ ഈ സാധാരണഗതിയിൽ ഇത്തരം അർച്ചനകൾക്ക് രസീത് എഴുതിയാൽ ഈ അർച്ചന യഥാവിധം നടത്താറില്ല. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, കൃത്യമായ പട്ടിക തയ്യാറാക്കി മുഴുവൻ ഭക്തരുടെയും പേരിൽ അവരുടെ നാളുകൾ ചൊല്ലി അർച്ചന നടത്തുന്നു എന്നുള്ള സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെ ഈ അർച്ചന നടത്തിയ മുഴുവൻ ഭക്തർക്കും പ്രത്യേക അനുഭൂതിയും പ്രത്യേക അനുഗ്രഹവുമൊക്കെ ലഭ്യമാകുന്നുവെന്ന് ഭക്തർ തന്നെ സാക്ഷ്യപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്ര പ്രദക്ഷിണ ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. ക്ഷേത്ര ഭാരവാഹികളുണ്ട്. വലിയ ഭക്തജന തിരക്കാണല്ലോ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. 1000-ഓളം ആൾക്കാരാണ് ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ബാക്കിലൂടെ നടന്നു പോവുകയാണ് ഈ കലശത്തിൻ്റെ കൂടെ. എത്തുന്ന ഭക്തർക്കെല്ലാം വേണ്ട സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും നമുക്ക് കാണാനുള്ള ദർശന ഭാഗ്യമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ലഞ്ചും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞതുപോലെ എല്ലാവിധ സജ്ജീകരണങ്ങളും എത്തുന്ന ഭക്തർക്ക് പല ദേശങ്ങളിൽ നിന്നും എത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളും അവർക്ക് ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ഈ ചടങ്ങുകൾ പുരോഗമിക്കുന്നു.